നമസ്കാരം, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് യൂണിറ്റിലെ തേർഡ് മൊഡ്യൂൾ ആണ്. ഈ മൊഡ്യൂളിൽ 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ്, സെക്കൻഡ് വൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഷെയർസ്. ഫസ്റ്റ് പാർട്ടാണ് കമ്പനി അക്കൗണ്ട്സ്. ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ടിനെ കുറിച്ച്, അതായത് 2013 കമ്പനീസ് ആക്ടിനെ കുറിച്ചാണ്. അതിന്റെ ഡിഫറെന്റ് പ്രൊവിഷൻസിനെ കുറിച്ചാണ്. അവ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The term company derive ചെയ്തത് ലാറ്റിൻ വേർഡായ companies എന്ന് പറഞ്ഞ രണ്ട് വേർഡിൽ നിന്നാണ്. Com means with or together and pennies means bread, and originally referred to an association of persons who took their meals together. A company means a voluntary association of persons formed to achieve some common objective, having separate legal entity, independent and separate from its members, with the perpetual succession and a common seal, and with the capital divisible into transferable shares. അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അതായത് ഡിഫറെന്റ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ്. അത് വോളണ്ടറി ആയിരിക്കും. എന്ന് വെച്ചാൽ സ്വമേധയാൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യുന്നു, ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി ഫോം ചെയ്യുന്നു. കമ്പനിക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് പറയാം. ഫ്രം സെപ്പറേറ്റ് ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്നാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്. പെർപെക്ച്വൽ സക്സഷൻ മീൻസ് സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ട്. ആൻഡ് എ കോമൺ സീൽ ആൻഡ് വിത്ത് ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻറ്റു ട്രാൻസ്ഫറബിൾ ഷെയർസ്. ഇതിനൊരു കോമൺ സീലും കാണും. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ ക്യാപിറ്റലിനെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ട്രാൻസ്ഫറബിൾ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻ ലീഗൽ സെൻസ് എ കമ്പനി മീൻസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി എക്സിസ്റ്റിംഗ് ലോ ഓഫ് ദി കൺട്രി. അതായത് കൺട്രിയിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് സ്ഥാപിതമാകുന്ന എന്താണ് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 220 കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അതായത് കൺട്രിയിൽ നിലനിന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ആക്ടോ ലോയോ പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ ഫോം ചെയ്യുന്ന അതാണ് കമ്പനി എന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. മുൻപ് വരെ ഫോളോ ചെയ്തിരുന്നത് 1956 കമ്പനീസ് ആക്ട് ആണ്. 2013 മുതലാണ് പുതിയ കമ്പനീസ് ആക്ട് വന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ കനേക്, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അതിന് കോമൺ സീൽ ഉണ്ടായിരിക്കും, പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും. അത് ഒരുപാട് കാലം ഇത് നിലനിൽക്കും. അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, നിയമം അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്നാണ് പറയുന്ന ആ പ്രോസസ്സിനെ. അപ്പോൾ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്താവും, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവും. അതിനൊരു സെപ്പറേറ്റ് നെയിം കാണും. അതുപോലെ തന്നെ പെർപെച്വൽ സക്സഷൻ കാണും. നാച്ചുറൽ പേഴ്സണിനെ പോലെ തന്നെ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള റൈറ്റ്സും ഒബ്ലിഗേഷനും കാണും. അതുകൊണ്ടാണ് എന്തെന്ന് കമ്പനിയെ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ ആണ്. കമ്പനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അസോസിയേറ്റഡ് ടുഗദർ ടു അച്ചീവ് സം കോമൺ ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ഇറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് many persons who contribute capital to common fund and employ it to carry on definite business activity to share profit. എന്താണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ബിസിനസ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റും ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. എ കമ്പനി മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം എന്തായിരുന്നു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ് കമ്പനി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഷെയർ ക്യാപിറ്റൽ. ഫിനാൻസ് റിക്വയർഡ് ബൈ ദ കമ്പനി ഫോർ ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് കളക്ടഡ് ഫ്രം ദി പബ്ലിക്. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ദ മണി
So raised is called capital of the company, which is usually divided into different units of fixed amount. Total capital of the company എന്ത് ചെയ്യുന്നു? Different units ആയിട്ട് fixed amount ആയിട്ടുള്ള units ആയിട്ട് എന്ത് ചെയ്യുന്നു? Divide ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിക്ക് ഇപ്പം 1000 രൂപയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? റൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയെ 100 ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. അങ്ങനെ 1000 രൂപ ക്യാപിറ്റൽ എന്ത് ചെയ്യാം? റൈസ് ചെയ്യാം. ഈ ഓരോ യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർസ് ഇഷ്യൂ ചെയ്ത് റൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ദാറ്റ് ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് the existence of a company is independent and separate from its members. അതായത് കമ്പനി വേറെ, കമ്പനിയുടെ മെമ്പേഴ്സ് വേറെ എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് കമ്പനിക്ക്. ഇൻ ലോ ദ കമ്പനി റിഗാർഡ് ആസ് എ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ വിച്ച് ഡീൽസ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അതായത് കമ്പനി എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു പേരുണ്ട്. ആ പേര് ഉപയോഗിച്ച് തന്നെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാം? എൻഗേജ് ചെയ്യാം. അതായത് ഇപ്പം പ്രോപ്പർട്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യണം. ഇതൊക്കെ എന്താണ്? കമ്പനിയുടെ പേരിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർപെച്വൽ സക്സഷൻ. ദ ടേം പെർപെച്വൽ സക്സഷൻ മീൻസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു എക്സിസ്റ്റൻസ് എന്തുണ്ട്? കമ്പനിക്കുണ്ട്. എ കമ്പനി ഹാസ് എ പെർപെച്വൽ സക്സഷൻ മീൻസ് കമ്പനി നെവർ ഡൈസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. ഈ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ പേരിലുള്ള എന്തുണ്ട്? പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ദ കമ്പനി ഈസ് ദ ഓണർ ഓഫ് ഹിസ് അസറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ അസറ്റ്സിന്റെ ഓണർ എന്തായിരിക്കും? കമ്പനി തന്നെ ആയിരിക്കും. അപ്പൊ കമ്പനി എന്താണ്? സെപ്പറേറ്റ് പേരിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ദ മെമ്പേഴ്സ് കാനോട്ട് ക്ലെയിം ടു ബി ഓണർ ഓഫ് ദി കമ്പനീസ് പ്രോപ്പർട്ടീസ്. മെമ്പേഴ്സിന് എന്ത് ചെയ്യത്തില്ല? പ്രോപ്പർട്ടിയുടെ മേൽ എന്താണ്? അവകാശം ഉണ്ടായിരിക്കത്തില്ല. കമ്പനിയുടെ പേരിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രോപ്പർട്ടി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബീങ് സ്യൂഡ്. അതായത് ഒരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എന്താ? കമ്പനിക്ക് ആരുടെയെങ്കിലും പേരിൽ എന്തോ കേസ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നിയമ നടപടിക്ക് പോകണമെങ്കിലോ കമ്പനിയുടെ പേരിൽ ആർക്കെങ്കിലും എന്താണ് നിയമ നടപടിക്ക് പോകുന്നതിനും എന്ത് ചെയ്യും? സാധിക്കും. കാര്യം കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോമൺ സീൽ ആണ്. നാച്ചുറൽ പേഴ്സന്റെ സിഗ്നേച്ചർ പോലെ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് കോമൺ സീൽ എന്നറിയപ്പെടുന്നത്. മുന്നത്തെ ആക്ട് അനുസരിച്ച് എന്താണ്? കോമൺ സീൽ കമ്പൽസറി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ്? ഓപ്ഷണൽ ആണ്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ആണ്. അതായത് ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ഗ്യാരണ്ടി ആണ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ നോമിനൽ വാല്യൂ വരെയുള്ള ലയബിലിറ്റി എന്ത് ചെയ്താൽ മതി? മെമ്പേഴ്സ് മീറ്റ് ചെയ്താൽ മതി. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ പറയുന്നത് ഒരു എഗ്രീഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് എമൗണ്ട് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കും. ആ എമൗണ്ട് വരെയുള്ള ലയബിലിറ്റീസ് എന്ത് ചെയ്താൽ മതി? മെമ്പേഴ്സ് മീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഫ്രീലി ട്രാൻസ്ഫറബിൾ പറയുന്നത് the capital of a company is divided into parts and each part is called the shares. The shares of the public companies are freely transferable and can be purchased and sold in the share market. അതായത് പബ്ലിക് കമ്പനീസിന്റെ ഷെയർസ് എന്ത് ചെയ്യാം? ഫ്രീലി ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യുകയും സോൾഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ എന്തുണ്ട്? അതിന് ട്രാൻസ്ഫറബിലിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. Company is an artificial person created by law. Company is owned by shareholders. Shareholders ആണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. Usually management of the company is vested with the board of directors elected by the shareholders in the general meeting. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ്. മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സ് ആണ്. അതായത് ജനറൽ മീറ്റിംഗിൽ നിന്ന് എലക്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ നിന്ന് എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കമ്പനിയുടെ മാനേജ്മെന്റും കൺട്രോളും നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ ബേസ് ചെയ്ത് കമ്പനിയെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ഫോറിൻ കമ്പനി. അതിൽ രജിസ്റ്റേർഡ് കമ്പനിയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ലിമിറ്റഡ് കമ്പനീസ് എന്നും അൺലിമിറ്റഡ് കമ്പനീസ് എന്നും. ലിമിറ്റഡ് കമ്പനീസിനെ ബൈ ഷെയർസ് എന്നും ബൈ ഗ്യാരണ്ടി എന്നും.
Next, on the basis of control, holding company and subsidiary company. On the basis of ownership, government company and non-government company. Next, number of members അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. നെക്സ്റ്റ് ന്യൂ ജനറേഷൻ കമ്പനി. ന്യൂ ജനറേഷൻ കമ്പനി, ഓൺ മാൻ കമ്പനി, സ്മോൾ കമ്പനീസ്, ഡോർമെന്റ് കമ്പനീസ്, നിധി ആൻഡ് അസോസിയേറ്റഡ് കമ്പനീസ്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതിൽ വരുന്ന ഫസ്റ്റ് കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് കമ്പനീസ് ഫോം ചെയ്യുന്നത് ഡിഫറെന്റ് ചാർട്ടറിന്റെ ബേസിസിലായിരിക്കും. ചാർട്ടർ എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യുന്നത് റോയൽ ഹെഡ്സ് ഓഫ് എ കൺട്രി ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൺ, ഒരു രാജ്യത്തെ കിങ് ഓർ ക്യൂൺ ഫോം ചെയ്യുന്ന പർട്ടിക്കുലർ നിയമം അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ നേച്ചർ ആൻഡ് പവർ ബേസ് ചെയ്തിട്ടായിരിക്കും ചാർട്ടർ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ആ ചാർട്ടേഴ്സിന്റെ ബേസിസിലാണ് കമ്പനി ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയവ. ചാർട്ടർ എന്ന് പറയുന്നത് ഇസ് എ നേച്ചർ ആൻഡ് പവർ ഓഫ് സച്ച് കമ്പനീസ്. പർട്ടിക്കുലർ കമ്പനീസിന്റെ നേച്ചറും പവറിനെയാണ് ചാർട്ടർ എന്ന് പറയുന്നത്. ഈ ചാർട്ടർ ബേസ് ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് ചെയ്തിട്ടുള്ള, ഫോം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡിഫറെന്റ് കമ്പനീസ് ആക്ട് ആയിട്ടുള്ള 1956, 2013 ഒന്നും എന്ത് ചെയ്തിട്ടില്ല, 13 ഒന്നും ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആണ്, വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ. അതായത് പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒക്കെ പാസ് ചെയ്യുന്ന ഡിഫറെന്റ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് ക്രിയേറ്റഡ് ബൈ ദി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് ക്രിയേറ്റഡ് അണ്ടർ ദി Food Corporation of India Act. The statutory companies are also known as corporations. Such companies are generally created for the public utility services and their main objective is not to earn profit but to serve the general public. അതായത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ജനറേഷൻ അല്ല, ജനറൽ പബ്ലിക്കിനെ എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് രജിസ്റ്റേർഡ് കമ്പനിയാണ്. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും കമ്പനീസ് ആക്ടിന്റെ ബേസിസിലായിരിക്കും. അതായത് കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 ഒക്കെ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, രജിസ്റ്റേർഡ് കമ്പനി ഫോം ചെയ്യുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് രജിസ്റ്റേർഡ് കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. Name is entered in the register means for the purpose under the Companies Act, and a certificate of incorporation is granted to it by the registrar of the companies. അതായത് കമ്പനി എന്താണ്, രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, രജിസ്ട്രാർ ഓഫ് ദി കമ്പനി എന്ത് ചെയ്യും, പർട്ടിക്കുലർ കമ്പനിക്ക് ഗ്രാന്റ് ചെയ്യും രജിസ്റ്റേർഡ് കമ്പനി ആകുമ്പോൾ. The registered companies are governed by the provisions of the Companies Act and by the rules and regulation laid down the Memorandum and Articles of Association of the company. അതായത് ഒരു കമ്പനിയെ ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, കമ്പനിയുടെ പർട്ടിക്കുലർ റൂൾസ് റെഗുലേഷൻസ് എന്താണ് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആയ ഡോക്യുമെന്റ്സിലൊക്കെ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദീസ് ആർ ദി കോമൺലി ഫൗണ്ട് കമ്പനീസ് ഇൻ ഇന്ത്യ ആൻഡ് ആർ ദി സബ്ജക്ട് ഓഫ് our discussion of the company law. The registered company may be of two kinds, namely limited companies and unlimited company. Registered company limited company എന്നും unlimited company എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ലിമിറ്റഡ് കമ്പനിയിൽ അല്ല മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഇതിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു, ലിമിറ്റഡ് ബൈ ദി ഷെയർസ് ആണ് ലിമിറ്റഡ് ബൈ ദി ഗ്യാരണ്ടി. ലിമിറ്റഡ് ബൈ ഷെയർസ് ആകുമ്പോൾ എന്താണ്, മെമ്പേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ നോമിനൽ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ലയബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് അതുവരെയുള്ള ലയബിലിറ്റി എന്ത് ചെയ്ത് അവർ മീറ്റ് ചെയ്താൽ മതി. ഇഫ് ദ ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ്, ഓൾ ദ എമൗണ്ട് ഓഫ് ഷെയർസ് ആർ ആൾറെഡി ബീൻ പെയ്ഡ്, ദെൻ ദി ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് നിൽ. ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർസിന്റെ എമൗണ്ട് ഫുള്ളായിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്തായിരിക്കും, നില്ലായിരിക്കും. പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ലയബിലിറ്റി ഓഫ് ദി മെമ്പർ എന്ന് പറയുന്നത് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദി എമൗണ്ട് വിച്ച് റിമെയിൻസ് അൺപെയ്ഡ്. അവർ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടിന്റെ അതുവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനിയിൽ എന്ത് ചെയ്തിരിക്കും, ഒരു എമൗണ്ട് ഓഫ് ഒരു ഗ്യാരണ്ടീഡ് ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്തിരിക്കും, ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കും. അതായത് ഒരു എഗ്രീഡ് എമൗണ്ട് ആയിരിക്കും, അതിനെ ആയിരിക്കും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അൺലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ
മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ എന്താണ്? മെമ്പേഴ്സ് are also personally liable for the payment of company's liability. കമ്പനിയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ എന്താണ്? മെമ്പേഴ്സും ബാധ്യസ്ഥരാണ്. Thus, if the event winding up of the company, the assets of the company are not sufficient to pay off its all liabilities, then the private property of the companies can also be utilized for the payment of the company's liability. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യേണ്ടി വരും? യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും അൺലിമിറ്റഡ് കമ്പനീസിന്റെ കേസിൽ. നെക്സ്റ്റ് വൺ ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് which is incorporated outside India under the law of that other country and has established a place of business in India. അതായത് രജിസ്റ്റർ ചെയ്യുന്നത് വേറൊരു രാജ്യത്തായിരിക്കും, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വേറൊരു രാജ്യത്തായിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഇന്ത്യയിലും കണ്ടക്ട് ചെയ്യുന്നു. എവരി ഫോറിൻ കമ്പനി which is established a place of business in India must within 30 days of the establishment of such a place of business file with the registrar of the companies at New Delhi and also register of the companies of the state in which such a place of business is situated. അതായത് ഏത് കമ്പനിക്കാണോ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർ ഓഫ് ദി കമ്പനി, ന്യൂഡൽഹിയിലുള്ള രജിസ്ട്രാർ ഓഫ് ദി കമ്പനിയിലും ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റിലുള്ള രജിസ്ട്രാർ ഓഫ് ദി കമ്പനിക്കും എന്ത് ചെയ്തിരിക്കണം? ഫയൽസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിൽ വരുന്ന ആ ഫയലിൽ വരുന്നതാണ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ചാർട്ടർ, സ്റ്റാറ്റ്യൂസ് ഓർ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. If the above instrument is not in the English language, a certified translation thereof. അതായത് ആ ഫയലിൽ വരുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആയ മെമ്മോറാണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ചാർട്ടർ ആൻഡ് സ്റ്റാറ്റ്യൂസ്. നെക്സ്റ്റ് ഫുൾ അഡ്രസ് ആൻഡ് രജിസ്റ്റേർഡ് ഓർ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഫുൾ അഡ്രസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി. ലാസ്റ്റ് വൺ ഈസ് ഫുൾ അഡ്രസ് ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദി ബിസിനസ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഫുൾ അഡ്രസ്സും എന്ത് ചെയ്തിരിക്കണം? ആ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ കമ്പനി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 246 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 51% കുറയാത്ത ഷെയർസ് ഹെൽഡ് ചെയ്തിരുന്നാൽ ആ കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അതർ കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്ന് പറയും. സബ്സിഡിയറി കമ്പനിയുടെ സെക്ഷൻ എന്ന് പറയുന്നത് 287 പ്രകാരമാണ്. അതായത് ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൺട്രോൾ വേറൊരു കമ്പനിക്കാണ്. ഇപ്പൊ H1 എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്, S1 എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനി ആയിട്ട് എടുത്താൽ H1 എന്തുണ്ടായിരിക്കും? S1 കൺട്രോൾ ഉണ്ടായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. അതുപോലെ തന്നെ എന്താണ്? 51% ഓഫ് ഷെയറും ഹോൾഡ് ചെയ്തിരിക്കുന്നത് H1 ആയിരിക്കും. അതുപോലെ തന്നെ സബ്സിഡിയറി ഓഫ് അനദർ സബ്സിഡിയറി. അതായത് H1 എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി H എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ H1 സബ്സിഡിയറി ആയ S1 H എന്തായിരിക്കും? സബ്സിഡിയറി കമ്പനി ആയിരിക്കും. അതാണ് സബ്സിഡിയറി ഓഫ് അനദർ സബ്സിഡിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ് പ്രകാരം കമ്പനിയെ ഗവൺമെന്റ് കമ്പനി എന്നും നോൺ ഗവൺമെന്റ് കമ്പനി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഗവൺമെന്റ് കമ്പനിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ആണ്. ഇതിൽ ഗവൺമെന്റ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ പാർട്ട്ലി ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതായത് ഒരു കമ്പനിയുടെ 51% കുറയാത്ത ഷെയർ എന്താണ് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അല്ലാതുള്ള കമ്പനീസിന് എന്തെന്ന് പറയും? നോൺ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയും. അതായത് ഈ കമ്പനി വിച്ച് ഈസ് നോട്ട് ഗവൺമെന്റ് കമ്പനി ഈസ് കോൾഡ് നോൺ ഗവൺമെന്റ് കമ്പനി. അതൊരു ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനികളുടെ എല്ലാം എന്തെന്ന് പറയാം? നോൺ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയാം. ഓൺ ദി ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് കമ്പനിയിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 2 സബ്സെക്ഷൻ 68 ഇതിൽ പറയുന്നത് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. അതുപോലെ തന്നെ ഹയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് റെസ്ട്രിക്ട് ടു ദി റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. ഇതിൽ ഷെയർസ് എന്താണ്? ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന 200 ആണ്. മിനിമം നമ്പേഴ്സ് എന്ന് പറയുന്ന 2 ആണ്. ഇറ്റ്സ് പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിനെ എന്ത് ചെയ്തില്ല, ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് പേഴ്സൺസ് അതർ ദാൻ ഇറ്റ്സ് മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ് or their relatives, മറ്റുള്ള ആൾക്കാരിൽ നിന്നിട്ട് എന്താണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ട്രാൻസ്ഫർ ദെയർ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ മിനിമം ഡയറക്ടർ എന്ന് പറയുന്നത് 2 ആണ്. There is no invitation to the public. അതായത് issue of prospectus should be prohibited. Prospectus issue ചെയ്യുന്നത് എന്താണ്, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. നെക്സ്റ്റ് പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി 2 subsection 71 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030 ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakhs ആണ്. ഓർ സച്ച് higher paid capital as may be prescribed and it is not a private company. അതായത് മാക്സിമം എമൗണ്ട് എത്ര വേണമെങ്കിലും ആകാം. മിനിമം എന്ന് പറയുന്നത് 5 lakhs ആണ്. Thus in case of public companies there is no restriction on the transfer of shares. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന് എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. മിനിമം നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. മിനിമം നമ്പേഴ്സ് 7 ആണ്, മാക്സിമം നമ്പർ അൺലിമിറ്റഡ് ആണ്. പക്ഷെ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ മിനിമം 2 ആണ്, മാക്സിമം എന്ന് പറഞ്ഞാൽ 200 ആണ്. ഇൻവിറ്റേഷൻ ടു ദി ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഇറ്റ് ഷെയർസ്. അതായത് എന്താണ്, ഫ്രീലി പബ്ലിക്കിനെ എന്ത് ചെയ്യാം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് ന്യൂ ജനറേഷൻ കമ്പനിയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1% കമ്പനിയാണ്, അതായത് OPC എന്ന് അറിയപ്പെടും. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 262 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. ഇതിൽ പറയുന്നത് ഒരു പേഴ്സൺ ആണ് ഒരു കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ ഷെയർസും ഹെൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് കൺട്രോളിംഗ് പവറും ഒരു പേഴ്സണെ ആണെങ്കിൽ അതിനെയാണ് OPC എന്ന് പറയുന്നത്. ഇത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാറ്റഗറി ഓഫ് കമ്പനിയാണ്. ഇതിൽ ഒരു ഡയറക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഫുൾ ഷെയർ ക്യാപിറ്റലും ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും. ഒരു OPC ഫോം ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയോ ആയിട്ട് ഒരു OPC സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരു പേഴ്സണ് മാക്സിമം 5 OPC വരെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. OPC ഈസ് നോട്ട് ഹോൾഡ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. ആൻഡ് OPC cannot be accept പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നില്ല ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല. Paid up capital shall not more than 50 lakhs. അത് paid up capital എന്ന് പറയുന്നത് എന്താണ്, 50 ലക്ഷത്തെക്കാട്ടിയും എന്താണ് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ആവറേജ് ആനുവൽ ടേൺ ഓവർ ഷാൾ നോട്ട് എക്സീഡ്സ് 2 crore. 2 കോടിയെക്കാട്ടി എന്ത് ചെയ്തില്ല, ആവറേജ് ആനുവൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കമ്പനീസിനെയാണ് 1% കമ്പനി എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 2 കോടിയെക്കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറും. അതായത് ഒരു 1% കമ്പനിയുടെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് ആ കമ്പനി മാറും. സ്മാൾ കമ്പനിയാണ്. സ്മാൾ കമ്പനി സെക്ഷൻ 285 ഓഫ് ദി കമ്പനീസ് ആക്ട് 2030 ആണ്. സ്മാൾ കമ്പനി has been defined as a company other than public company having paid up capital between 50 lakh to 5 crores. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakhs വരെ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, 1% കമ്പനി ആയിട്ട് ഫോം ചെയ്യാം. 50 to 5 crore വരെ ആണെങ്കിൽ അതിന് എന്തെന്ന് പറയാം, സ്മാൾ കമ്പനി എന്ന് പറയാം. അതുപോലെ തന്നെ ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് 2 കോടിയെക്കാട്ടി എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. ആ ടൈപ്പ് കമ്പനിയാണ് സ്മാൾ കമ്പനി എന്ന് പറയുന്നത്. 20 lakh to 2 crore വരെയാണ് സ്മാൾ കമ്പനിയുടെ ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡോർമെന്റ് കമ്പനിയാണ്. ഡോർമെന്റ് കമ്പനിയെ സ്ലീപ്പിംഗ് കമ്പനി എന്ന് അറിയപ്പെടും. Where a company is formed and registered under the act for the future project or the hold asset or intellectual property and has no significant accounting transactions, such a company may make an application to register for obtaining the status of dormant company. അതായത് ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഫോം ചെയ്തതിന് ശേഷം ആ കമ്പനി 2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, സ്ലീപ്പിംഗ് കമ്പനി എന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിധിയാണ്. നിധി എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ സേവിംഗ് ഹാബിറ്റ്സ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റിസീവിംഗ് ദ ഡെപ്പോസിറ്റ്സ് ഫ്രം ആൻഡ് ലെൻഡിങ് ടു ദി മെമ്പേഴ്സ്
only for the mutual benefits. Mutual benefits ന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും എമൗണ്ട് എന്ത് ചെയ്യും മെമ്പേഴ്സിന് ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് നിധി എന്ന് പറയുന്നത്. ഇതൊരു 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തൊരു ന്യൂ ഫോം ഓഫ് കമ്പനിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന അസോസിയേറ്റ് കമ്പനിയാണ്. അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ a company is considered to be an associate company of other company if the other company has a significant influence over such a company. അതായത് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ മേലെ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ മേലിലാണോ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉള്ളത് ആ കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് അറിയപ്പെടുന്നത്. അതായത് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ 20% കുറയാത്ത ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യണം മറ്റൊരു കമ്പനി എന്ത് ചെയ്യണം ഹെൽഡ് ചെയ്തിരിക്കണം. അതൊരു സബ്സിഡിയറി കമ്പനിയല്ല. സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ എന്താണ് 50% കൂടുതൽ ഷെയർസ് എന്ത് ചെയ്യും വേറൊരു കമ്പനി എന്ത് ചെയ്യും ഹെൽഡ് ചെയ്യും. 51% കുറയാത്ത ഷെയർസ് എന്ത് ചെയ്യും ഹെൽഡ് ചെയ്യും. പക്ഷെ അസോസിയേറ്റ് കമ്പനിയുടെ കേസിൽ എന്താണ് 20% ഓഫ് ഷെയർ ആണ് മറ്റൊരു കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനിയാണ്. അതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രൊമോഷൻ, സെക്കൻഡ് ഇൻകോർപ്പറേഷൻ. ഇതിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ എന്ന് പറയും. അതിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സബ്സിക്വന്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, പ്രോപ്പർട്ടി ആൻഡ് മാനേജറിയൽ എബിലിറ്റി ഇൻ ടു എ ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് therefrom. അതായത് ഒരു ബിസിനസ്സിന് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആണ് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ഫണ്ട് എന്ത് ചെയ്യും ഓർഗനൈസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് മാനേജറിയൽ എബിലിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്, ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ്. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുടെ പ്രൊമോട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇൻകോർപ്പറേഷൻ ആണ്. ഇൻകോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ്, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് പ്രകാരം എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യും കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 7 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ഓൺ വിച്ച് സർട്ടിഫൈസ് ദാറ്റ് ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ രജിസ്ട്രാർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ കമ്പനി ആൻഡ് date of its issue and the signature of the registrar with his seal. അതായത് കമ്പനി രജിസ്ട്രാറിന്റെ സീലും ഒപ്പം കാണും, അതുപോലെ തന്നെ കമ്പനിയുടെ നെയിമും, എന്നാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഡേറ്റും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കാണും. നെക്സ്റ്റ് നമുക്ക് കമ്പനിയുടെ ഡിഫറെന്റ് ഡോക്യുമെന്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 4 ഓഫ് ദി കമ്പനീസ് ആക്ട് 2030 ആണ്. ഇതിനെ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. The first important document to be filled with the registrar at the time of formation of the company is the Memorandum of Association. It's briefly called the Memorandum. The preparation of this document is the first step of the formation of the company. അതായത് കമ്പനി ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യുക ഫോം ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഈ ഡോക്യുമെന്റ് എന്താണ് it's filled with the registrar at the time of formation of the company. It is contain the fundamental conditions on which a company is to be incorporated. അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഫണ്ടമെന്റൽ കണ്ടീഷൻസ് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് മെമ്മോറാണ്ടം എന്ന ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. It may rightly be called the charter of the company. ഒരു കമ്പനിയുടെ ചാർട്ടർ നിയമാവലി എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത് മെമ്മോറാണ്ടത്തെ അറിയപ്പെടുന്നത്. It regulates the relationship of the company with the outside world. അത് കമ്പനിയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. The main purpose of the Memorandum of Association is to enable shareholders, creditors and all those persons who deal with the company to know what are the company's powers and what is the range of its activity. അതായത് ഒരു കമ്പനിയുടെ പവറും അതുപോലെ തന്നെ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എന്ത് ചെയ്യാം കമ്പനിയുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ലക്ഷ്യം മെമ്മോറാണ്ടത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് കമ്പനിയെ എന്താണ് റെഗുലേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ദി റിലേഷൻഷിപ്പ് ഓഫ് കമ്പനി വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. ഇതിൽ ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാർട്ടർ ആണ്, ഡിഫറെന്റ്
റെഗുലേഷൻസ് കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി എന്ന് അറിയപ്പെടുന്നത്. മെമ്മോറാണ്ടത്തിൽ ഡിഫറെന്റ് ക്ലോസസ് ഉണ്ട് അല്ലെങ്കിൽ കണ്ടന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെയിം ക്ലോസ് ആണ്. നെയിം ക്ലോസിനകത്ത് പറയുന്നത് കമ്പനിയുടെ നെയിം, അതായത് പർട്ടിക്കുലർ കമ്പനിയുടെ നെയിം എന്താണെന്നുള്ളത് മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ലിമിറ്റഡ് ആയിരിക്കാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കാം, OPC ലിമിറ്റഡ് ആയിരിക്കാം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ പേരിന്റെ ശേഷം എന്ത് ചെയ്യണം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി PVT ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. 1% കമ്പനി ആണെങ്കിൽ OPC ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. നെക്സ്റ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസ് എന്ന് അറിയപ്പെടും. ദിസ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞ ഒബ്ജക്ട്സ് ക്ലോസ് ആണ്. ഇതിൽ കമ്പനിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഇൻസിഡന്റൽ ഒബ്ജക്റ്റീവ്സും, അതായത് പ്രൈമറി ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന അതർ ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്തിരിക്കും, ഒബ്ജക്റ്റീവ് ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടത്തിൽ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്ന ലയബിലിറ്റി ക്ലോസ് ആണ്. ലയബിലിറ്റി ക്ലോസിൽ എന്താണ്, കമ്പനിയുടെ ലയബിലിറ്റിയെ കുറിച്ചായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിരിക്കാം അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കാം. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് എന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ആൻഡ് വാല്യൂ ഷെയർസ് into which capital of the company is divided. അതായത് കമ്പനിയുടെ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അതുപോലെ തന്നെ പെയ്ഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ് ആണ്. മെമ്മോറാണ്ടത്തിൽ വരുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആണ്. ദിസ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദി പേഴ്സൺ ഹു സൈൻ ദ മെമ്മോറാണ്ടം ആൻഡ് സ്റ്റേറ്റ് ദാറ്റ് ദേ ആർ വില്ലിംഗ് ടു ഫോം ദംസെൽഫ് ഇൻ ടു ദി കമ്പനി. അതായത് കമ്പനിയുടെ ആയിട്ട് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സബ്സ്ക്രൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അസോസിയേഷൻ ഓൺ സബ്സ്ക്രൈബ്ഡ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അണ്ടർടേക്കിംഗ് ക്ലോസ് എന്ന് പറയാം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയാം. ഹിയർ ദ പ്രൊമോട്ടേഴ്സ് ആർ സൈൻഡ് സോ ഇറ്റ് ഈസ് കോൾഡ് സിഗ്നേച്ചർ ക്ലാസ്. ഇതൊരു സിഗ്നേച്ചർ ക്ലാസ് ആണ്. പ്രൊമോട്ടേഴ്സ് ഒക്കെ സൈൻ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ സിഗ്നേച്ചർ ക്ലാസ് എന്ന് എന്ത് ചെയ്യും, അറിയപ്പെടും. നെക്സ്റ്റ് ഡിഫറെന്റ് ഡോക്യുമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വയേഴ്സ്. അല്ലെ അൾട്രാ മീൻസ് എന്താണ്, ബിയോണ്ട്, ആൻഡ് ദി ടേം വയേഴ്സ് മീൻസ് പവർ. അതായത് എനി ആക്ട് ബിയോണ്ട് ദി മെമ്മോറാണ്ടം ഈസ് അൾട്രാ വയേഴ്സ്. അതായത് മെമ്മോറാണ്ടത്തിന് ബിയോണ്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ആരാണോ ചെയ്തത് അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആവുന്നത്, പണിഷബിൾ ആവുന്നത്. അതായത് ഒരു മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം എന്താണ് അനുസരിക്കേണ്ടത്, കമ്പനിക്കും അതുപോലെ തന്നെ മെമ്പേഴ്സും എന്താണ് ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് വണ് കോർപ്പറേറ്റ് വെയിലാണ്. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് കമ്പനിയും കമ്പനിയുടെ മെമ്പേഴ്സും സെപ്പറേറ്റ് എന്നാണ് പറയുന്നത്. കമ്പനിയും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പം അതിനൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു മറവിനെ അല്ലെങ്കിൽ മൂടുപടത്തിനെയാണെന്ന് പറയുന്നത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സംതിങ് ഈസ് ഡൺ ബിയോണ്ട് ദി പവർ ദ റോങ് ഡൂവർ ഈസ് പണിഷബിൾ നോട്ട് ദി കമ്പനി. അതായത് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇതിൽ പറയുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്തെങ്കിലും ബിയോണ്ട് ദി പവർ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ, അതായത് അവരല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നിയമവിരുദ്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ആരാണോ ചെയ്തത് അവർ തന്നെയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ളത് എന്ത് ചെയ്യും, ആ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ത് ചെയ്യും, അങ്ങ് ലിഫ്റ്റ് ചെയ്യും, മാറ്റും. അപ്പൊ ആരാണോ അത് ചെയ്തത് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആവുന്നത്. നെക്സ്റ്റ് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. Memorandum, articles of association, prospectus are the public documents. Every person dealing with the company must have the sufficient knowledge of these documents. അതായത് ഇതിൽ പറയുന്നത് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് എന്നൊക്കെ പറയുന്നത് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ്. അപ്പം കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വേണം, ഈ ഡോക്യുമെന്റ്സുമായിട്ടുള്ള ഒരു ബേസിക് നോളജ് അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ആണ്. ആൻഡ് ഔട്ട്സൈഡർ ഡീലിംഗ് വിത്ത് എ കമ്പനി നോട്ട് നീഡ് ടു നോ ദി ടെക്നിക്കൽ ഓർ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഇൻ ദ കമ്പനി. അതായത് ഒരു ഔട്ട്സൈഡ് കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഔട്ട്സൈഡറിന് എന്താണ്, കമ്പനിയുടെ ടെക്നിക്കൽ ഫോർമാലിറ്റീസും അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നല്ല. അതായത് ആഭ്യന്തര കാര്യങ്ങൾ എന്ത് എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല. അതിനെയാണ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് സെക്ഷൻ 5 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് ആർട്ടിക്കിൾസ് എന്നും അറിയപ്പെടും. ഇറ്റ്സ് എ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് വിച്ച് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് എ രജിസ്ട്രാർ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ദിസ് ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ദി റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് bylaws
for the internal management of the company. അതൊരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റൂൾസ് റെഗുലേഷൻസ് ബൈലോസ് ആയിരിക്കും ഏതിൽ പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മെമ്മോറാണ്ടത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കണ്ടീഷൻസ് ആയിരിക്കും. These rules and regulations are framed for the purpose of carrying out the objects of the company as stated in the Memorandum of Association. അതായത് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്താ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് സബോർഡിനേറ്റ് to and controlled by the Memorandum of Association. The Memorandum of Association lays down the objects and power of the company. കമ്പനിയുടെ പവറും ഒബ്ജക്ട്സും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും ഒക്കെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, say lays down the mode in which objects of the company are to be carried out by the members. അതായത് ആ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളിലെ ഒബ്ജക്ട്സ് ഒക്കെ അല്ലെങ്കിൽ പവേഴ്സ് ഒക്കെ ഏതൊക്കെ രീതികളിൽ ഫുൾഫിൽ ചെയ്യാം, അതായത് ലേ ഡൗൺ ദി മോഡ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ ജനറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയാം, ഒരു കമ്പനിയും ഔട്ട്സൈഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. പക്ഷെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഏതൊക്കെ മോഡ്സ് വഴി അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. അതിൽ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതിൽ ഡിഫറെന്റ് ടേബിൾ എ മുതൽ ഇ വരെയുള്ള കാര്യങ്ങൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ടേബിൾ എഫ് മുതൽ ജെ വരെയുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അതിൽ ടേബിൾ എ എന്ന് പറയുന്ന മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ആയിരിക്കും ടേബിൾ എയിൽ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി അതിന് എന്തായിരിക്കും, ലിമിറ്റഡ് ബൈ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ടേബിൾ ബിയിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിക്കും എന്താണ്, അല്ലെങ്കിൽ മെമ്പേഴ്സിനും ലയബിലിറ്റി എന്തായിരിക്കും, ഒരു എഗ്രീഡ് എമൗണ്ട് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് ടേബിൾ സി. അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ടേബിൾ ഡിയിൽ പറഞ്ഞിരിക്കും. ടേബിൾ ഇയിലാണെങ്കിൽ അൺലിമിറ്റഡ് കമ്പനീസ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ഫോംസ് ആണ്. അതിൽ ടേബിൾ എഫ് എന്ന് പറയാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. അത് ടേബിൾ എച്ചിലാണ് പറയുന്നത്. ടേബിൾ ഐ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് എ അൺലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ടേബിൾ ജെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇത് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ടേബിൾ എ തൊട്ട് ടേബിൾ ജെ വരെ ഉണ്ട്. അതിൽ എ ടു ഇ എന്ന് പറയുന്നത് മെമ്മോറാണ്ടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ടേബിൾ എഫ് ടു ജെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് റൂൾസും അല്ലെങ്കിൽ കണ്ടീഷൻസ് ആയിരിക്കും. മീറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും എന്താണ്, കമ്പൽസറി അല്ല. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് 9 months തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. The time gap between the consecutive annual general body meeting shall not be exceeds 15 months. അതായത് രണ്ട് ജനറൽ ബോഡി മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 months കൂടാൻ പാടില്ല. നെക്സ്റ്റ് കോറം ഫോർ ദ മീറ്റിംഗ് ആണ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു അറ്റൈൻ ഇൻ എ മീറ്റിംഗ്. അതിൽ ഇഫ് ദ നമ്പേഴ്സ് ഓഫ് എ മെമ്പേഴ്സ് ഈസ് ലെസ് ദാൻ 1000, ഒരു കമ്പനിയുടെ 1000 താഴെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 5 പേര് എന്ത് ചെയ്യണം, മിനിമം 5 പേര് മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. 1000 മുതൽ 5000 വരെ ആണെങ്കിൽ 15 പേര്, മോർ ദാൻ 5000 ആണെന്നുണ്ടെങ്കിൽ എന്താണ് 30 പേര് എന്ത് ചെയ്യണം, മിനിമം പേഴ്സൺ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ CIN എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 21 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണ്. It's issued by the companies incorporated within the country being registered or assigned by the registrar of the company situated in different states across the India. അതായത് ഒരു കമ്പനിക്ക് നൽകുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് ദി കമ്പനി ആയിരിക്കും. നെക്സ്റ്റ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ DIN എന്നറിയപ്പെടും. ഇതൊരു 8 ഡിജിറ്റ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഇത് അലോട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ടു ഈച്ച് ഇൻഡിവിജ്വൽ ഹു വാണ്ട് ടു ഡയറക്ടർ ഓഫ്
any company or who already is a director of the company. അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നൽകുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഓൾറെഡി ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ നൽകുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് DIN എന്നറിയപ്പെടുന്നത്. A person cannot work as a director of more than 20 companies at a time. അതായത് ഒരു സമയത്ത് ഒരു പേഴ്സൺ എന്താണ് 20 കമ്പനീസിൽ കൂടുതൽ എന്താണ് ഡയറക്ടർ ആകാൻ സാധിക്കത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് എന്താണ്? അത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഒരു കമ്പനിയുടെ ആവറേജ് ആനുവൽ പ്രോഫിറ്റിന്റെ എന്താണ് അറ്റ്ലീസ്റ്റ് 2% എന്താണ് കമ്പൽസറി CSRൽ എന്ത് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കമ്പനി മാക്സിമം ഡൊണേഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രോഫിറ്റിന്റെ 7.5% മാത്രമാണ്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസിനെ കുറിച്ചാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ 1% കമ്പനി എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ഡോക്യുമെന്റ്സ് ഓഫ് ദ കമ്പനിയാണ്. അതിൽ മെമ്മോറാണ്ടം എന്താണ്, ആർട്ടിക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മെമ്മോറാണ്ടത്തെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ബൈലോ ഓഫ് കമ്പനിയാണ്. പിന്നെ ഡിഫറെന്റ് മീറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ്, അതുപോലെ തന്നെ CIN എന്താണ്, DIN എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞത് കമ്പനീസ് ആക്ട് 2013 കുറിച്ചാണ്. താങ്ക് യു.